അദ്ദേഹത്തിന് മാനസികമോ ശാരീരികവുമായ പല പ്രശ്നങ്ങളുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത്തരം ആളുകളെ വെച്ചു പൊറുപ്പിക്കുകയും അദ്ദേഹത്തെ MLA സ്ഥാനാർത്ഥിയായി മറ്റൊരു ജില്ലയിൽ കൊണ്ട് പ്രതിഷ്ഠിക്കുകയും അദ്ദേഹത്തിന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വ പദവി നൽകുകയും ചെയ്തത് ഒരു ചെറിയ കാര്യമല്ല, ചെറിയ തെറ്റല്ല, അക്ഷന്തവ്യമായ തെറ്റാണ്. ഒരു സംശയവുമില്ല. അതിൻ്റെ പുറകിൽ ശക്തമായ ഭീഷണിയുണ്ട്. ഇവർക്കെല്ലാം മറച്ചു വയ്ക്കാൻ പലതുമുണ്ട്. ഈ KPCC നേതൃത്വവും AICC ജനറൽ സെക്രട്ടറി അടക്കം ഈ തെറ്റിൻ്റെ ഉത്തരവാദികളോ കൂട്ടുപ്രതികളോ ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശ്രീ ശിവശങ്കർ, ഇതിപ്പോൾ MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള സമരങ്ങൾ നടക്കുന്നു. ഇപ്പോൾ സമാനമായ കേസുകൾ, സമാനമെന്ന് വിശേഷിപ്പിക്കാമോ എന്നറിയില്ല, അപവാദങ്ങൾ വരുമ്പോൾ 2 ദിവസം പ്രകടനം നടക്കും, അതങ്ങ് കഴിയും. MLA മാർ രാജിവെക്കുന്ന കീഴ്വഴക്കം പൊതുവേ ഇല്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ ഓരോ ദിവസവും ഇന്നൊരു ആരോപണം വന്നു. നമ്മൾ ഇന്നലെ കേട്ട ആരോപണങ്ങളുടെ തുടർച്ചയാണ്. പാറ്റേണൊക്കെ ഏതാണ്ട് സമാനമാണ്. അപ്പോൾ പക്ഷേ ഇങ്ങനെ ഒരാൾ MLA ആയി ഒരിടത്ത് പ്രവർത്തിക്കുക, MLA എന്ന് പറയുമ്പോൾ ജനസേവകനാണ്, ആ ഒരു നിയോജക മണ്ഡലത്തിലെ ആളുകൾക്ക് സംവിധാനങ്ങൾക്കൊക്കെ ആശ്രയിക്കേണ്ട വ്യക്തിയാണ്. ഇനിയും കൂടുതൽ വരാനുണ്ട് എന്ന് കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം എങ്ങനെ MLA ആയി ഇനി കുറച്ചു മാസമേ ഉള്ളൂ എങ്കിൽ കുറച്ചു മാസം എങ്ങനെ പ്രവർത്തിക്കുമെന്നുള്ളത് ഒരു പ്രശ്നമാണല്ലോ. ഒരു സംശയവുമില്ല അഭിലാഷ്. ഇത് വളരെ ഇപ്പോൾ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആ രാഷ്ട്രീയവുമായിട്ട് എനിക്ക് വളരെ എതിരെ അഭിപ്രായമുണ്ടെങ്കിൽ പോലും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ പോലും എനിക്ക് നാണക്കേടുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണ്. ഒരു സംശയവുമില്ല. രാഷ്ട്രീയക്കാരനെന്ന് പറയാൻ നാണക്കേടാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് ഞാനൊരു 2-3 കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, അഭിലാഷ് പറഞ്ഞതുപോലെ ഇനിയും പലതും വരാനുണ്ട്, ഇതിലും കൂടുതൽ തെളിവുണ്ട് എന്ന് നമ്മൾ കേൾക്കുന്നു. അതിൻ്റെ പല പിന്നാമ്പുറ കഥകൾ കേൾക്കുന്നു. ഇത് വെറും സാധാരണ ഒരു പ്രവർത്തകരല്ല, പല നേതാക്കളുടെയും മക്കൾ, മരുമക്കൾ, ഇത്തരത്തിലുള്ള പല കഥകളും നമ്മൾ കേൾക്കുന്നു. ഇതൊക്കെ ശരിയാണെങ്കിൽ ഇതൊന്നും ഒരു ദിവസം കൊണ്ടല്ല. ഇപ്പം ഞാൻ കേട്ട മറ്റൊരു കഥ, KSUവിലിരിക്കുമ്പോൾ പോലും ഇദ്ദേഹത്തിന്, കോൺഗ്രസിൻ്റെ ഒരു നേതാവ് പറഞ്ഞ ഇത്തരത്തിൽ ഒരു കുട്ടിയുടെ അമ്മയ്ക്കെതിരെ പോലും, ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല കാരണം ഇത് പറയാൻ കൊള്ളാത്ത കാര്യമാണ്. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, ഇത് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് അറിയാമായിരുന്നു. ഇന്നും ഇന്നലെയുമല്ല, വളരെ വർഷങ്ങളായിട്ട് അറിയാമായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ വളരെ ക്രൂരമായ രീതിയിൽ അദ്ദേഹം പലരെയും ഇരകളെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ടും അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ കൊടുത്തത്? 3 വർഷം മുമ്പ് ശ്രീ VD സതീശനെ പ്രതിപക്ഷ നേതാവിന് അറിയാമായിരുന്നല്ലോ ഇക്കാര്യം. അദ്ദേഹം പറഞ്ഞു, ഞാൻ പിതാവിനെ പോലെ ഉപദേശിച്ചു എന്ന്. പക്ഷേ ശ്രീ MLA നമ്മുടെ ഇദ്ദേഹം മാങ്കൂട്ടത്തിൽ പറഞ്ഞിരുന്നത് എന്നോട് VD സതീശൻ ഒന്നും സംസാരിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, രാഹുൽ അടക്കമുള്ള ആളുകൾക്ക് ചില പ്രത്യേക പരിഗണന കിട്ടിയിരുന്നു. ആ പരിഗണന മറ്റൊരു നേതാവ് തോക്കിന് മുൻപിൽ വെച്ചിട്ട് ഈ നേതാക്കളെ ഭീഷണിപ്പെടുത്തിയിട്ടാണ്. അത് ഏത് രീതിയിലുള്ള ഭീഷണിയാണ് എന്ന് നമ്മൾ ഇനി പഠിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഇത്തരം നേതാക്കൾ ഇവരുടെ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങേണ്ടി വന്നത് എന്നത് നമ്മൾ പഠിക്കേണ്ടതാണ്. എന്തുകൊണ്ട് ഇത് വന്നു? കാരണം ഇവരൊന്നും അറിഞ്ഞത് ഇന്നും ഇന്നലെയുമല്ല, വളരെ വർഷങ്ങൾക്ക് മുൻപ് അറിയാമായിരുന്നു. ഈ കഥകളെല്ലാം അറിയാമായിരുന്നു. എനിക്ക് വ്യക്തമായിട്ടറിയാം, കോൺഗ്രസ് ഇന്നത്തെ പോലീസിന്, സംസ്ഥാന പോലീസ് നേതൃത്വത്തിൻ്റെ അടുത്ത കത്തുണ്ട്. കോൺഗ്രസ്സിലെ മഹിളാ മോർച്ചയിലെയോ യൂത്ത് കോൺഗ്രസ്സിലെയോ ഒരു മഹിളാ നേതാവ് ഇത്തരം കംപ്ലൈൻറ്റുമായിട്ട് VD സതീശൻ്റെ അടുത്തും KPCC പ്രസിഡൻറ്റിൻ്റെ അടുത്തും, മുൻ KPCC പ്രസിഡൻ്റെ അടുത്തും, അതുപോലെ തന്നെ ഈ AICC ജനറൽ സെക്രട്ടറി ശ്രീ വേണുഗോപാലിൻ്റെ അടുത്തും ഈ കത്ത് പോയിട്ടുണ്ട്. ഇവർക്കറിയാം. ഇത്രയും പ്രശ്നങ്ങൾ നടന്നിട്ടും ഇത്ര പലരെയും, 1-2 ഇത്രയും പലരെയും ഇങ്ങനെ സ്വന്തം പാർട്ടിയിലെ ആളുകളുടെ മക്കളെ, നേതാക്കളുടെ മക്കളെയും മരുമകളെയും എല്ലാം ഉപയോഗിച്ചിട്ടും എന്തുകൊണ്ടാണ് സംസ്ഥാനത്തെ നേതൃത്വം ഇദ്ദേഹത്തെ ഭയത്തോടെ കണ്ടിരുന്നത്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് വഴങ്ങിയത്, ഇദ്ദേഹത്തിന് പുതിയ പോസ്റ്റ് കൊടുത്തത് എന്നതിലാണ് എനിക്ക് കൂടുതൽ വിഷമവും കൂടുതൽ KPCC നേതൃത്വത്തോടും VD സതീശനുള്ള എതിർപ്പും. ഇത് ശരിയായ നടപടിയല്ല. ഒരാൾ കുറ്റവാളി, അദ്ദേഹത്തിന് മാനസികമോ ശാരീരികവുമായ പല പ്രശ്നങ്ങളുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത്തരം ആളുകളെ വെച്ചു പൊറുപ്പിക്കുകയും അദ്ദേഹത്തെ MLA സ്ഥാനാർത്ഥിയായി മറ്റൊരു ജില്ലയിൽ കൊണ്ട് പ്രതിഷ്ഠിക്കുകയും അദ്ദേഹത്തിന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വ പദവി നൽകുകയും ചെയ്തത് ഒരു ചെറിയ കാര്യമല്ല, ചെറിയ തെറ്റല്ല, അക്ഷന്തവ്യമായ തെറ്റാണ്. ഒരു സംശയവുമില്ല. അതിൻ്റെ പുറകിൽ ശക്തമായ ഭീഷണിയുണ്ട്. ഇവർക്കെല്ലാം മറച്ചു വയ്ക്കാൻ പലതുമുണ്ട്. ഈ KPCC നേതൃത്വവും AICC ജനറൽ സെക്രട്ടറി അടക്കം ഈ തെറ്റിൻ്റെ ഉത്തരവാദികളോ കൂട്ടുപ്രതികളോ ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവർക്കും ഈ തെറ്റിൽ നിന്നോ ഈ ശാപത്തിൽ നിന്നോ പിന്മാറാൻ പറ്റില്ല എന്നതിൽ യാതൊരു തർക്കവുമില്ല. ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം.